ഹലോ എവ്രി വൺ, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. പൊന്നുമക്കളെ, നിങ്ങൾക്ക് ഞാനൊരു ഗിഫ്റ്റ് തരാൻ പോവുകയാണ്. അതായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് ഒരാളെ ഞാൻ സെലക്ട് ചെയ്യും. ഞാൻ സൈഡിൽ ഒരു സ്ക്രീൻഷോട്ട് വെച്ച് തരാം. നോക്കൂ, ഇങ്ങനെ സി ഓൾ സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടല്ലോ. ഇതിൽ നിന്ന് ഒരു പേര് ഞാൻ സെലക്ട് ചെയ്തിട്ട് അയാൾക്ക് മിനിമം 20,000 രൂപ വിലയുള്ള ഒരു സമ്മാനം ഞാൻ കൊടുക്കാം. വിന്നർ ആരാണ് എല്ലാം നമ്മൾ 10 ദിവസം, ഓക്കെ, ഇന്ന് തൊട്ട് 10 ദിവസമാണ്. പൊന്നുമക്കളെ, എന്തിനാണ് ഗിഫ്റ്റ് തരുന്നത്? വെറും 8 മാസത്തിൽ വെറും സാധാരണക്കാരായ എനിക്ക് 20K സബ്സ്ക്രൈബ് ആയി എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ ഷോക്കാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരാൾക്ക്, ഓക്കെ, 10 ദിവസത്തിനുള്ളിൽ നമ്മൾ കൊടുക്കുന്നതാണ്, അത് ഉറപ്പാണ്. ഓക്കെ പൊന്നുമക്കളെ, നമ്മൾ വിഷയത്തിലേക്ക് വരാം. അതായത് റന ഫാത്തിമയും ജിസയിലും പുറത്തായതിനു ശേഷം നിലവിൽ റന ഫാത്തിമ ബിഗ് ബോസിനെതിരെ വലിയ ചില ആരോപണങ്ങൾ പറയുന്നു. നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. അതിനുശേഷം എൻ്റെ തംബ്നെയിൽ എന്താണ് എഴുതിയതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിനെ ഞാൻ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. റന ഫാത്തിമക്ക് എന്താണ് പറയാനുള്ളത് അത് നമുക്ക് ആദ്യം കേട്ട് നോക്കാം. ഓക്കെ, ഇപ്പോഴാണ് എവിക്ഷൻ എപ്പിസോഡ് കണ്ട് തീർത്തത്. ബിഗ് ബോസിന്റെ ഇന്നത്തെ ജിസയിൽ എവിക്റ്റ് ആവുന്ന എപ്പിസോഡ് കണ്ടു തീർത്തത്. സത്യം പറഞ്ഞാൽ ജിസയിൽ പോയപ്പം ഞാൻ കുറേ റൂമേഴ്സ് ഇതിൻ്റെ മുന്നേ കേട്ടിട്ടുണ്ടായിരുന്നു. ലൈക്ക് വെള്ളിയാഴ്ച മുതലേ റൂമേഴ്സ് വരുന്നുണ്ട് ദാറ്റ് ജിസയിൽ എവിക്റ്റ് ആയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പ്ലീസ് അതൊക്കെ വെറുതെ റൂമേഴ്സായി നിൽക്കട്ടെ, ജിസയിൽ എവിക്റ്റ് ആവല്ലേ എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷെ ജിസയിൽ എവിക്റ്റ് ആയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും നല്ല വിഷമമായി. കാരണം ഒന്നാമത് അവിടെ നല്ല കോണ്ടൻസ് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരാളായിരുന്നു. ഗെയിം എന്തോ ആവട്ടെ, ജിസയിൽ ഹാഡ് എ ഗുഡ് ഗെയിം ഓൾസോ, ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. ഷീ ഈസ് വെരി സ്വീറ്റ്, നല്ല കൈൻഡ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. ആൻഡ് ഷീ വാസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ദർ, വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ദർ. എന്നിട്ട് പോലും 65 days ആയപ്പം ജിസയിൽ ഇറങ്ങി, വിച്ച് ഈസ് സാഡ്. കാരണം അവിടെ ഇപ്പോഴും അൺഡിസേർവിങ് ആയിട്ടുള്ള ഒരുപാടല്ല കുറച്ച് കണ്ടസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പം ശരിക്കും ഞാൻ തന്നെ പ്രെഡിക്റ്റ് ചെയ്തതാണ് ലൈക്ക് ജിസയിൽ ഫൈനൽ 5 എത്താനുള്ള പൊട്ടൻഷ്യൽ ജിസയിലിന് ഉണ്ട് എന്നുള്ളത്. ബട്ട് ഐ ഡോണ്ട് നോ വൈ ജിസയിൽ ഇന്ന് പോയതെന്ന്. ഇറ്റ്സ് ഓൾ അബൌട്ട് വാട്ട്, സോ വി ക്യാൻ സേ എനിത്തിങ്. എനിക്ക് ശരിക്കും നല്ല വിഷമമുണ്ട്. അറ്റ് ദ സെയിം ടൈം ഐ ക്യാൻ ഫൈനലി സീ ഹർ ഇൻ റിയൽ ലൈഫ്. ആ ഒരു കാര്യം ആലോചിക്കുമ്പോൾ ഹാപ്പിയാണ്. പക്ഷെ എന്നാലും ആസ് ആൻ ഓഡിയൻസ് എന്നുള്ള രീതിയിൽ ഇറ്റ് മേക്സ് മീ ഫീൽ ബാഡ്. പൊന്നുമക്കളെ, ഓരോ സാധാരണക്കാർക്കും എന്താണ് പറയാനുള്ളത് അതാണ് ഇവിടെ റന ഫാത്തിമ പറഞ്ഞത്. എന്തുകൊണ്ട് സാബുമാനെ പുറത്താക്കുന്നില്ല? അതായത് ബിഗ് ബോസിൽ നിലവിലെ അവസ്ഥയിൽ എൻ്റെ പ്രഡിക്റ്റ് ഞാൻ പറയുകയാണ്. അതായത് അനീഷാണ് വിന്നറെങ്കിൽ 2ാം സ്ഥാനത്ത് ഷാനവാസ് ആണെങ്കിൽ 3ാം സ്ഥാനത്ത് അനുമോളും 4ാം സ്ഥാനത്ത് ഈ പറയുന്ന ഗിസയിലാണ് വരേണ്ടത്. അത്രയും മികച്ച രീതിയിലായിരുന്നു ഗിസൈലിൻ്റെ ഗെയിം. അതായത് വിന്നറാവണമെന്ന് ഞാൻ പറയുന്നില്ല, ടോപ്പ് 5 എന്തായാലും എത്തേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ഈ പറയുന്ന ഗിസൈൽ. എന്തുകൊണ്ടാണ് ഗിസൈലിനെ പുറത്താക്കിയെന്ന് റന ഫാത്തിമ ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻ്റാണ് ഞാനൊന്ന് ജസ്റ്റ് വായിച്ചു തരാം. അതായത് റന ഫാത്തിമയും ഈ പറയുന്ന ഗിസൈലും ബിഗ് ബോസിന് കിടന്നു കൊടുക്കാത്തത് കൊണ്ടാണ് ബിഗ് ബോസ് ഇവരെ പുറത്താക്കിയത് എന്നാണ് ഈ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ പറയാനുള്ള കാരണം. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ആയിട്ടുണ്ടാവുമോ? അതായത് അഖിൽ മാരാർ, സാക്ഷാൽ ബിഗ് ബോസ് സീസൺ 5 അഖിൽ മാരാർ എന്താണ് പറഞ്ഞത്? ബിഗ് ബോസിലേക്ക് പെൺകുട്ടികൾക്ക് കയറണമെങ്കിൽ, അതായത് പെൺകുട്ടികൾക്ക് ബിഗ് ബോസിൽ കയറണമെങ്കിൽ ചിലർക്ക് കിടന്നു കൊടുക്കേണ്ടി വരുന്നുണ്ട് എന്ന് സാക്ഷാൽ അഖിൽ മാരാറാണ് പറഞ്ഞത്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കമൻറ്റ് വന്നതോന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ അതായത് അഖിൽ മാരാർ പറഞ്ഞത് പച്ചക്കളവാണെങ്കിൽ എന്തുകൊണ്ട് ബിഗ് ബോസും ടീമും അഖിൽ മാരാർക്ക് കേസ് കൊടുത്തിട്ടില്ല? കേസ് കൊടുക്കുന്നത് പോയിട്ട് ഈ സീസണിൽ എന്തോ ഒരു പ്രൊമോഷന് അഖിൽ മാരാർ വരികയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അഖിൽ മാരാറെ ബിഗ് ബോസും ടീമും ഏഷ്യനെട്ടും പേടിക്കുന്നു എന്നല്ലേ? അഖിൽ മാരാർ പറഞ്ഞതിൽ ഇത്തിരിയെങ്കിലും സത്യമുണ്ടെന്നല്ലേ? അപ്പോൾ പൊന്നുമക്കളെ, ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. എന്താണ് ബിഗ് ബോസിൽ നടക്കുന്നത്? നമ്മളൊക്കെ കണ്ടു, അഭിലാഷ് പുറത്തു പോകുന്നു, ഓണിയൽ സാബു പുറത്തു പോകുന്നു, ജിസിൻ പുറത്തു പോകുന്നു, ഈ പറയുന്ന ഗിസൈൽ പുറത്തു പോകുന്നു, റന ഫാത്തിമ പുറത്തു പോകുന്നു. എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമുണ്ട്, എന്തോ എവിടെയോ ഒരു കളി നടക്കുന്നുണ്ടോ എന്ന്. ഇങ്ങനെ ഞാൻ ചിന്തിക്കാൻ കാരണം ആ അനുമോൾ എന്ത് കളിയാണ് അവിടെ കളിക്കുന്നത്? അതായത് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശമായി കളിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അനുമോളാണ്. ആ അനുമോളെ എന്തുകൊണ്ടാണ് അവിടെ നിർത്തുന്നത്? ഒരു കാര്യം ഞാൻ പറയുകയാണ്, ബിഗ് ബോസ് എന്ന ഷോ, അതായത് കോടിക്കണക്കിന് മലയാളികൾ കാണുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ്. ഈ ഷോയിൽ അനുമോൾ പറയുകയാണ് ആര്യനും ഈ പറയുന്ന ഗിസൈലും തമ്മിൽ
സെക്സ് ചെയ്യുന്നത് ഞാൻ കണ്ടു എന്ന പച്ചക്കളവ് അനുമോൾ പറയുമ്പോൾ എന്തുകൊണ്ടാണ് അവളെ നിർത്തിയത്? അതായത് സാക്ഷാൽ ലാലേട്ടൻ എന്താണ് പറഞ്ഞത്? അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ അങ്ങനെ പച്ചക്കള്ളം പറയുന്ന അനുമോളെ എന്തുകൊണ്ടാണ് ബിഗ് ബോസ് നിർത്തിയത്? അവിടെയാണ് ഓരോ സാധാരണക്കാർക്കും അഖിൽ മാരാർ പറഞ്ഞ വിഷയം വീണ്ടും ഓർമ്മ വരുന്നത്. അതായത് അനുമോൾ ബിഗ് ബോസിലേക്ക് കയറിയത് ഈ പറയുന്ന അഖിൽ മാരാർ പറഞ്ഞ രീതിയിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതായത് എന്തുകൊണ്ട് അനുമോളെ പുറത്താക്കുന്നില്ല? എന്ത് ഗെയിമാണ് അനുമോൾ അവിടെ കളിക്കുന്നത്? ഗിസയിലും ഈ പറയുന്ന ആര്യനും തമ്മിൽ സെക്സ് ചെയ്യുന്നു എന്ന പച്ചക്കളവ് ഈ പറയുന്ന അനുമോൾ അത്രയും വലിയൊരു കളവ് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നിർത്തുന്നത്? മികച്ച ഗെയിമർ എന്ന് തോന്നിപ്പിക്കുന്ന ഗിസയിലിനെ നിങ്ങൾ പുറത്താക്കി, റന ഫാത്തിമയെ നിങ്ങൾ പുറത്താക്കി, എന്തുകൊണ്ട് അനുമോളെ നിങ്ങൾ പുറത്താക്കുന്നില്ല? അതിൻ്റെ അർത്ഥം സാധാരണക്കാരായ പ്രേക്ഷകർ കമന്റിട്ട് പറയുകയാണ് ശരിയാണ്, അതായത് ഈ അഖിൽ മാരാർ പറഞ്ഞ വിഷയം ശരിയാണ്, ഈ പറയുന്ന നമ്മുടെ അനുമോൾ അഖിൽ മാരാർ പറയുന്ന രീതിയിലാണോ അതിൻ്റെ അകത്തേക്ക് കയറിയതെന്ന് ചിലർക്ക് സംശയമുണ്ട്. ഓക്കെ, ഇത് അങ്ങനെ കയറിയെന്ന് ഞാൻ പറയുന്നില്ല, ചിലർക്ക് സംശയമുണ്ട്, എനിക്ക് പേഴ്സണലി സംശയമുണ്ട്. കാരണം അഖിൽ മാരാർ അത്രയും വലിയൊരു പ്രസ്താവന പറഞ്ഞിട്ട് അത് പച്ചക്കളവാണ്. അഖിൽ മാരാർക്കെതിരെ ബിഗ് ബോസ് രംഗത്ത് വന്നില്ല, അഖിൽ മാരാർക്കെതിരെ ഏഷ്യനെറ്റ് കേസ് കൊടുത്തിട്ടില്ല. അത്രയും അഖിൽ മാരാർ പറഞ്ഞിട്ടും അഖിൽ മാരാർ എന്ത് ചെയ്തു? ഈ സീസണിൽ ബിഗ് ബോസിലേക്ക് കയറ്റുകയാണ്. അതിൻ്റെ അർത്ഥം അഖിൽ മാരാരെ ഏഷ്യനെറ്റ് പേടിക്കുന്നുണ്ട്. അഖിൽ മാരാർ പറഞ്ഞതിൽ എന്തോ ഒരു സത്യമുണ്ട്. അവിടെയാണ് അനുമോളുടെ കേസ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. അനുമോളും ഈ പറയുന്ന അഖിൽ മാരാർ പറഞ്ഞ രീതിയിലാണോ ബിഗ് ബോസിലേക്ക് കയറിയതെന്ന് നമ്മൾ ഓരോരുത്തരും ചർച്ച ചെയ്യേണ്ടത് അത്യാവശ്യമെന്നാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ പറയാൻ കാരണം എത്ര നല്ല മികച്ച ഗെയിമേഴ്സ് ആണ് പുറത്തു വരുന്നത്. എന്തുകൊണ്ടാണ് ലൈവായി സെക്സ് നടന്നു എന്ന പച്ചക്കള്ളം വിളമ്പിയിട്ടും അനുമോൾ അതിൻ്റെ അകത്ത് നിർത്തുന്നത്? അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണോ അനുമോൾ പോയതെന്ന് ചിലർക്ക് സംശയമുണ്ട്. ഓക്കെ, ഇത് ബിഗ് ബോസ് ആണ് നമുക്ക് ക്ലിയർ ചെയ്യേണ്ടത്. ഓക്കെ പൊന്നുമക്കളെ, നമ്മുടെ ഗിസയിൽ പുറത്തായതിനു ശേഷം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. ഓക്കെ, ആയിട്ട് കാണിക്കാനാണ്. അപ്പോൾ ഐ എം ഹാപ്പി. ഞാൻ ഇതുവരെ അവിടെ ജീവിച്ചിട്ട് ഞാനായിട്ട് മാത്രം ജീവിച്ച്, ലവിങ് ആയിട്ട് ജീവിച്ച്, ഹ്യൂമാനിറ്റി വെച്ചിട്ട് ജീവിച്ച്, അപ്പോൾ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ആൻഡ് മൈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, 64 days, 14th eviction, 7 പണി 2 പ്രാവശ്യം കിട്ടി, 7/7/14. ഐ തിങ്ക് എനിക്ക് 5 പ്രാവശ്യം കിട്ടി. ഓക്കെ, അപ്പോൾ എത്ര ക്ലിയർ ആയിട്ടാണ് ഗിസയിൽ പറയുന്നത്? ഇത് അൺഫെയർ എവിക്ഷൻ ആണ്. കാരണം മിനിമം 80 ദിവസമെങ്കിലും ഈ പറയുന്ന ജിസൈലിന് അവിടെ നിൽക്കാമായിരുന്നു. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്തോ ഒരു കളി ഇവിടെ നടന്നിട്ടുണ്ട്, എന്തെന്ന് എനിക്കറിയില്ല. ഓക്കെ, ബിഗ് ബോസും ടീമും എന്തോ വലിയൊരു ചതി നടത്തിയിട്ടുണ്ട്, അത് ഉറപ്പാണ്. അനുമോൾ എന്ന മഹാവിഷത്തിനെ അതിൻ്റെ അകത്തെ നിർത്തിയിട്ടും, ആദില എന്ന മഹാവിഷത്തിനെ അതിൻ്റെ അകത്ത് നിർത്തിയിട്ടും ഈ പറയുന്ന ജിസൈലിനെ എന്തുകൊണ്ട് പുറത്താക്കി എന്നതിൻ്റെ തെളിവ് സഹിതം ഈ ഹോട്ട്സ്റ്റാറും ബിഗ് ബോസും ഏഷ്യാനെറ്റും നമുക്ക് തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.